ഹായ് ഹലോ നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് മെറ്റാവേഴ്സ്? മെറ്റാവേഴ്സ് എന്ന് നിങ്ങൾ എല്ലായിടത്തും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഈ ട്രോളുകളിൽ വരെ ഇപ്പോൾ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്, എന്നാൽ കുറേ പേർക്ക് ഈ ഒരു സംഭവം എന്താണെന്ന് അറിയില്ല. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എനിക്കറിയാവുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മെറ്റാവേഴ്സ് എന്താണെന്ന് പറഞ്ഞതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ മെറ്റാവേഴ്സ് എന്ന് പറയുന്ന വേർഡ് ഈ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോവലിൽ നിന്ന് 1992 പുറത്തിറങ്ങിയിട്ടുള്ള സ്നോ ക്രാഷ് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അപ്പം ആ നോവലിൻ്റെ ഒരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ എല്ലാം കൂടെ ഒരു വീട്ടിനുള്ളിലേക്ക് ചുരുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതായത് മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പം മനുഷ്യന്മാരിലാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരുടെ ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടൊരു ഡിജിറ്റൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ സ്പേസിൽ നമുക്ക് നോർമൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഈ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ നോർമൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നടക്കുന്നത്, ഓടുന്നത്, വണ്ടി ഓടിക്കുന്നത്, ഈ പരിപാടികളെല്ലാം തന്നെ നമുക്കൊരു ഡിജിറ്റൽ സ്പേസിൽ ചെയ്യാൻ പറ്റും. അതിനെയാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ സ്പേസിനെയാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം കറൻ്റ്ലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റും മെറ്റാവേഴ്സും നമ്മൾ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ കറൻ്റ്ലി നമ്മളിപ്പോൾ ഒരു ISL മാച്ച് കാണുകയാണ്. ISL മാച്ച് കാണുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യുന്നത്? എല്ലാവർക്കും സ്റ്റേഡിയത്തിൽ പോയി കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ TV-യിൽ ലൈവായിട്ട് കാണും. അത് അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിന് ഹോട്ട്സ്റ്റാറിലൊക്കെ നമ്മൾ ലൈവായിട്ട് അത് കാണും. അപ്പോൾ കാണുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് കാണുന്നതാണ് എപ്പോഴും ഇഷ്ടം. ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നതിനെക്കാട്ടി രസം നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്നിട്ട് രണ്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് കാണുന്നതാണ്. അപ്പോൾ നമ്മളെന്താ മിക്കവാറും ചെയ്യാറുള്ളത്? നമ്മളെപ്പോഴും എന്തായാലും ഫോൺ, വാട്സപ്പ് എപ്പോഴും ഓണാക്കി വെച്ചേക്കുണ്ടാകും. കാരണം ഒരു മിസ് പാസ് വന്നാലോ അല്ലെങ്കിൽ ഗോൾ അടിച്ചാലോ ഒക്കെ നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇൻ്റർനെറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മെറ്റാവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ, നിങ്ങളുടെ ഇപ്പുറത്തെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഇപ്പുറത്തെ ഒരു ഫ്രണ്ട്, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ആംബിയൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഡയറക്റ്റ് നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സംഭവം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് തരും മെറ്റാവേഴ്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പോസിബിൾ ആണോ എന്നുള്ളത്. ഇതൊക്കെ പോസിബിൾ ആണ്. അതിന് ഉള്ള വർക്കും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറൻ്റിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നോളജീസ് ഉണ്ട്. ഒന്ന് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വിർച്വൽ റിയാലിറ്റി ഗ്ലാസ്സസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു വിർച്വൽ റിയാലിറ്റി ഗ്ലാസ്സസ് വെച്ചിട്ട് ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിർച്വൽ റിയാലിറ്റി ഗ്ലാസ് വെച്ചിട്ട് നമ്മളിപ്പം അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റും നമ്മൾ വേറൊരു ലോകത്തേക്ക് തന്നെ പോകും. അപ്പം ആ ഒരു ടെക്നോളജി എന്തായാലും ഓൾറെഡി ഉണ്ട്, VR എന്ന് പറയുന്നത്. അപ്പം വിർച്വൽ റിയാലിറ്റി ഗ്ലാസ്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ആമസോണിൽ. അതുപോലെ വിർച്വൽ റിയാലിറ്റി വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങളുടെ ഫോൺ എടുത്ത് വെച്ചിട്ട് ആ ഗ്ലാസ്സിനകത്ത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ TV ഒക്കെ വാങ്ങുന്ന സമയത്ത് നോക്കിയാൽ മതി, വ്യൂ ഇൻ യുവർ റൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങൾ TV വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ TV ഇങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ സംഭവമാണ്. അതായത് ഒരു സാധനം അവിടെ ഇല്ല, എന്നാലും നമുക്കത് അവിടെ ഉള്ളതുപോലെ കാണിച്ചു തരുന്നതിനാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് നമുക്ക് പറയാം. പിന്നീടുള്ള ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NFT ഉണ്ട്, ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ക്രിപ്റ്റോ കറൻസി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ കറൻസീസ് ആണ്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഡിജിറ്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫുഡ് വാങ്ങാം, നമുക്ക് നമ്മുടെ വീട് വെക്കാം, നമുക്ക് കാറ് വാങ്ങാം, നമുക്ക് ഡ്രസ്സ് വാങ്ങാം. അപ്പോൾ ഇതൊക്കെ വാങ്ങണമെങ്കിലും നമുക്ക് വിൽക്കുകയും ചെയ്യാം. ഓരോ കാര്യങ്ങൾ വിൽക്കണോ ചെയ്യുന്നുണ്ടെങ്കിൽ കറൻസീസ് ആവശ്യമാണ്. അപ്പം ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ NFT യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഈ സെല്ലിങ്ങും ബൈയിങ്ങും ഒക്കെ നടക്കുന്നത്. അപ്പം ഇതാണ് ഓവറാൾ ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നോളജീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു യൂണിവേഴ്സ്, അതാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. ചെറിയൊരു ഐഡിയ കിട്ടിയിട്ട് കാണും ഞാൻ വിശ്വസിക്കുന്നു. അത്രയും കിട്ടിയാൽ മതി. അത്രയൊക്കെ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇത് പ്രാവർത്തികം ആണോ എന്ന് ചോദിച്ചാൽ ഒരു 10-15 വർഷത്തിനുള്ളിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ സുക്കറണ്ണൻ കുറേ നാളോട് ഇതിൻ്റെ പുറകെ തന്നെയാണ്. പുള്ളിക്കാരൻ എന്തായാലും അത് റെഡിയാക്കി എടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അടുത്ത വിളി കാണാം. ബൈ.